ധൈര്യമുണ്ട്, സ്ഥൈര്യമുണ്ട്, ത്രാണിയുണ്ട്, തന്റേടമുണ്ട്, കഴിവുണ്ട്, മിഴിവുണ്ട്, ശേഷിയുണ്ട്, ശേഷിയുണ്ട്. എന്തേ ഞങ്ങൾ ചെയ്യാത്തത്? ഞങ്ങളുടെ പ്രിയങ്കരനായ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതസഹിഷ്ണുതയുടെ ആളായിരുന്നതുകൊണ്ട് ഒരു മതക്കാരൻ മറ്റൊരു മതക്കാരെ വേദനിപ്പിക്കരുതെന്ന് പഠിപ്പിച്ച, ആ വിശ്വാസത്തിലൂടെ മാത്രമേ സ്വർഗം കിട്ടൂ എന്ന് പഠിപ്പിച്ച ആ ദർശനം ഞങ്ങളുടെ മുമ്പിലുള്ളതുകൊണ്ട് ഞങ്ങൾ അത് ചെയ്യുന്നില്ല. അത് മുസ്ലിങ്ങളുടെ ഭീരുത്വമായി ആരും കരുതരുത് എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, തൊടുപുഴയിൽ ഇറങ്ങിയ ന്യൂമാൻ കോളേജിൽ ഇറങ്ങിയ ക്വസ്റ്റ്യൻ പേപ്പർ. ഒരു സമൂഹത്തെ പഠിപ്പിക്കാൻ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. ബുദ്ധിയുള്ളവരും വിവരമുള്ളവരും പറയുന്നു, ഒരു പരീക്ഷ കഴിയുമ്പോൾ, ഒരു പുസ്തകത്തിലെ ഒരു പേജ് വായിച്ചു കഴിയുമ്പോൾ മനസ്സ് അല്പമെങ്കിലും ഉയരണം. അതായിരിക്കണം പഠനം, അതായിരിക്കണം പുസ്തകം. ബുദ്ധിമാന്മാർ പറയുമ്പോ ലോകത്ത് എത്രയെത്ര ആവശ്യത്തിന് പഠിക്കാനുള്ള മാറ്ററുകളുണ്ട്, വിശേഷിച്ച നമ്മുടെ ഭാരതത്തില്, ഇന്ത്യയില്. എന്നിട്ട് ന്യൂമാൻ കോളേജിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്രൈസ്തവ സഹോദരനായ സുഹൃത്ത് എഴുതി വെക്കുന്നു, അതിന്റെ 11ാമത്തെ ക്വസ്റ്റ്യനാണ്. നിങ്ങൾ കണ്ടു കാണും. ഇത്ര സംസ്കാരം നോക്ക്. ഗോഡ് ഇസ്ലാം പറയുന്ന ആളുകളാണ്. ദൈവം സ്നേഹമാകുന്നു. ആ സംസ്കാരം നിങ്ങൾ നോക്ക്. അപ്പൊ ദൈവത്തെയും പ്രവാചകനെയും വിമർശിക്കുന്ന വ്യക്തി, അതിന് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ, ഇത്തിരിയും കൂടി വ്യക്തമായ മലയാളം പറഞ്ഞാൽ സഭകൾ, ക്ഷമിക്കണം, കേരള ഗവൺമെന്റ് ഒരു പുസ്തകം കൊണ്ടുവന്നപ്പോ ജീവനില്ലാത്ത എന്തായിരുന്നു മതം, ജീവനില്ലാത്ത മതം എന്ന് പറഞ്ഞപ്പോ കോതമംഗലം രൂപതയും രൂപതയുടെ മെത്രാനും മെത്രാന്റെ കീഴിലുള്ള അച്ഛന്മാരും പള്ളികളും എത്ര സജീവമായി എതിർത്തു. കേരളത്തിലെ മൊത്തം സഭകൾ എതിർത്തു. അത് ദൈവനിന്ദയാണ്, മതനിന്ദയാണ്. ഇമ്മാതിരി ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയപ്പോ അതിനെ വിമർശിക്കാൻ, അപലപിക്കാൻ എത്ര സമ്മർദ്ദം ഉണ്ടായിട്ടാ ചെയ്തത്. നിങ്ങൾ ആലോചിക്കണം, പഠിക്കണം. ഇതുപോരാ. ഈ ശൈലി എന്തായാലും ശരിയാവില്ല എന്ന് മാത്രമേ മുസ്ലിങ്ങളായി ഞങ്ങൾക്ക് പറയാനുള്ളൂ. ഞങ്ങളുടെ പ്രിയപ്പെട്ട പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിമർശിച്ചതിന്റെ ശേഷം ഉത്തരവാദിത്തപ്പെട്ട പോലീസുകാരും ബന്ധപ്പെട്ടവരും പറയും, നിങ്ങൾ പക്വത കൈവെടിയരുത്, നിങ്ങൾ തീവ്രവാദത്തിലേക്ക് ചാടരുത്, നിങ്ങൾ ഭീകരവാദികളാവരുത്. ശരിയാണ്. പക്ഷേ മൂക്കിൽ മുളകുപൊടി വിതറിയിട്ട് തുമ്മരുത് എന്ന് പറയുന്നത് പോലെയല്ലേ? മൂക്കിൽ മുളകുപൊടി, മൂക്കിന്റെ അടിയിൽ കൊണ്ടുപോയി മുളകുപൊടി വിതറിയിട്ട് തുമ്മരുത് എന്ന് പറയുന്നത് പോലെയല്ലേ ഉത്തരവാദിത്തപ്പെട്ട ആളുകളും ബന്ധപ്പെട്ട കക്ഷികളും ഇമാതിരിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് മുസ്ലിമീങ്ങളോട് ബഹളമുണ്ടാക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? അതുകൊണ്ട് ആ വിമർശനങ്ങളൊക്കെ മാറ്റി നിർത്തി നമുക്ക് സൗഹാർദ്ദത്തോടുകൂടെ ജീവിക്കാം. അങ്ങനെ ഒരു ജീവിതം നമ്മുടെ ലോകത്ത് കഴിഞ്ഞു പോയിട്ടില്ലേ? മങ്ങാട്ടച്ചനും കുഞ്ഞായി മുസ്ലിയാരും നല്ല സുഹൃത്തുക്കളായിരുന്നു. കുഞ്ഞായി മുസ്ലിയാരും പള്ളിയിൽ വാങ്ങി വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോയി, മങ്ങാട്ടച്ചൻ കുർബാനയ്ക്ക് വേണ്ടി പോയി. എത്ര കൊല്ലം സന്തോഷത്തോടുകൂടെ ജീവിച്ചു. തമ്മിലടിച്ചോ? ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാക്കിയോ? പുസ്തകം എഴുതിയോ? ഗാന്ധിജിയും മൗലാന മുഹമ്മദ് അലിയും നീണ്ട 9 കൊല്ലക്കാലം ഒരു ചെറ്റക്കുടിയിലെ വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് എന്ന് KP കേശവമേനോൻ എഴുതിയ നവഭാരത ശില്പികൾ എന്ന പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. സുബഹിയുടെ സമയമാകുമ്പോ മൗലാന മുഹമ്മദ് അലി അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കും, വാങ്ക്. അതേസമയം ഗാന്ധിജി രാമ 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 ഫാഹിമ, രാമഭാഹം ചേരണേ മുകുന്ദ രാമഫാഹിമ എന്ന രാമമന്ത്രം മുഴക്കി 9 കൊല്ലക്കാലം ഒരു കുടിലിൽ ജീവിച്ചു. നിങ്ങൾ ആലോചിച്ചു നോക്കണം. ശബരിമലയിലേക്ക് പടി കയറുന്ന ഹൈന്ദവൻ ആ 18 പടികൾ കയറുന്നതിന്റെ മുമ്പ് തൊട്ടു താഴെ കിടക്കുന്ന വാവറു സ്വാമി എന്ന് പറയുന്ന മുസ്ലിം, അവരുടെ ബന്ധമെന്തായിരുന്നു എന്ന് കിതാബുകളിൽ ഞാൻ കണ്ടിട്ടില്ലെങ്കിലും ആ നല്ല സങ്കല്പങ്ങൾക്ക് ഭാവുകങ്ങൾ, അയ്യപ്പനെ കാണാൻ ഹിന്ദു ചെല്ലുമ്പോ മുസ്ലിമിനെ കണ്ടിട്ട് വേണം മുകളിലേക്ക് കയറാൻ. ആ സൗഹൃദവും സ്നേഹവും നിന്നിരുന്ന ഭാരതമല്ലേ? അതുകൊണ്ട് ആ നിലനിൽപ്പ് ഇവിടെ ഉണ്ടാവണം. ഇത്തരത്തിലുള്ള ജുഗുപ്സാവഹമായ തീവ്രതയേറിയ മതചിന്തയെ നിന്ദിക്കുന്ന, മതപുരോഹിതന്മാരെ അവഹേളിക്കുന്ന, മതവിശ്വാസികളുടെ ഹൃദയങ്ങളെ വ്രണപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾക്കെതിരെ ജാതി മതഭേദമന്യേ, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ
ശബ്ദിച്ചുകൊണ്ട് ഈ രാജ്യത്തെ സമാധാനം നിലനിർത്താൻ ഭാരതീയർ ഒന്നിക്കണമെന്നാണ് ഈ സമ്മേളനത്തിന്റെ മൊത്തപ്രമേയം. മഹാനായ നബിയെ വിമർശിച്ചതുകൊണ്ട് അങ്ങ് അറ്റുപോകാൻ മാത്രമുള്ള മൂക്കല്ല ഞങ്ങളുടെ നബിയുടേത്. ആ സ്നേഹം നിങ്ങൾക്ക് അറിയണോ? ഒരുപാട് പ്രാസംഗന്മാർ പ്രസംഗിച്ചു കാണുമല്ലോ മുഹമ്മദ് നബിയുടെ സ്നേഹം. ബൈബിൾ പരിശോധിക്കും നിങ്ങൾ. മത്തായി, മാർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ എഴുതിയ സുവിശേഷങ്ങൾ പരിശോധിക്കുക. അതിൽ കാണാം ബഹുമാന്യനായ ഈസ നബി അലൈഹിസ്സലാം. ഈ പുസ്തകം ഒരുപാട് വിമർശനങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും വളരെ ഊന്നൽ നൽകി എഴുതിയ 2-3 വിഷയങ്ങളുണ്ട്. അത് തെറ്റിദ്ധരിച്ചുപോയ സഹോദരന്മാരെ തെറ്റിദ്ധാരണ മാറ്റാൻ ഞാനത് വിശദീകരിക്കും. അതിലൊന്നാണ് അള്ളാനെ അദ്ദേഹത്തിന് ഒട്ടും സഹിച്ചുകൂടാ. ഈ അള്ളാഹ് എന്ന് പറഞ്ഞ ആളാരാ? മൂപ്പർ മനസ്സിലാക്കിയത് മക്കയിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഏതോ ഒരു സാധുവാന്ന. മക്കയിൽ മുഹമ്മദ് നബിയുടെ കാലത്ത് ജീവിച്ചിരുന്ന ഏതോ ഒരു പൂജാരിയായാണ് അള്ളയായി മുസ്ലിമീങ്ങൾ വിശ്വസിക്കുന്നതെന്ന്. ഈ സ്പീക്കറിന്റെ ശബ്ദം ശ്രവിക്കുന്ന ജാതിമത ഭേദമന്യുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ വിശ്വസിക്കുന്ന ഈ അള്ളയുണ്ടല്ലോ, അല്ലാഹു ആരാണത്? മുഹമ്മദ് നബി തന്നെ പറയുന്നു. വിവരമില്ലാത്തവൻ പുസ്തകം എഴുതിയെങ്കിൽ കേട്ടുകൊള്ളുക അനുയായികളുണ്ടെങ്കിൽ ഖുൽ പറയണം നബിയെ, ഹുവല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാ. ലം യലിദ്, അവൻ അള്ളയെ പ്രസവിച്ചതല്ല. വലം യൂലദ്, അള്ള പ്രസവിക്കപ്പെട്ടിട്ടുമില്ല, അള്ളാനെ പ്രസവിച്ചതുമല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അള്ളാനെ പോലോത്തതായി ഒന്നും, സാക്ഷാൽ ജഗദീശ്വരനെ പോലോത്തതൊന്നും, അഥവാ നിങ്ങളുടെ ഹൃദയങ്ങളെ കൊണ്ട് ചിന്തിക്കുന്ന ദൈവസങ്കല്പമുണ്ടല്ലോ, ദൈവരൂപഭാവം, അതിനപ്പുറത്തുള്ള ഒരു പരാശക്തിയാണ് അള്ളാഹ്. ഒരാൾക്കും വരക്കാനോ ഒരാളുടെ ഹൃദയത്തിൽ രൂപഭാവപ്പെടുത്തിയെടുക്കാനോ പറ്റാത്ത